ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തു, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ നിഫ്റ്റി എന്ന് നോക്കിയാൽ തുടർന്ന് ഡൗൺ ആയെന്ന് പറയാം. ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തെങ്കിലും പിന്നെ നല്ല ഒരു താഴേക്കായിട്ട് നല്ല താഴേക്ക് പോയിട്ടുണ്ട്. ബയേഴ്സ് റിക്കവറി ട്രൈ ചെയ്തെങ്കിലും നടന്നില്ല. ഓക്കെ, 148 പോയിന്റ്സ് താഴേക്കാണ് നിഫ്റ്റി പോയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, 56 പോയിന്റ്സ് ഡൗൺ ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കുറച്ച് റിക്കവറിയും ബാങ്ക് നിഫ്റ്റി നല്ല ഡൗൺ ആയിരുന്നു. ബട്ട് ഇപ്പോൾ അത് മാറി വരുന്നു. സോ അതുകൊണ്ട് വെയിറ്റ് ആൻഡ് വാച്ച് മോഡ് തന്നെയാണ്. സോ നിഫ്റ്റി 21,400 ആ ഒരു ലെവൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ റിവേഴ്സൽ വരും, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട്. സോ ഓക്കെ, സെൻസസ് 71,356 ഈ ഒരു ലെവലിൽ ക്ലോസ് ആയി. നിഫ്റ്റി 21,570, നിഫ്റ്റി ബാങ്ക് 47,704 റുപ്പീസിൽ ക്ലോസ് ആയിരിക്കുന്നു. ഇന്ന് ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് ബജാജ് ഓട്ടോ, ബിഗ്ഗസ്റ്റ് ലൂസർ ആയത് ഹിൻഡാൽകോ. നല്ല പെർഫോം ചെയ്തിരിക്കുന്ന നിഫ്റ്റി PSU ബാങ്കും നിഫ്റ്റി IT സെക്ടർ വേസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ സ്റ്റോക്കിൽ എങ്ങനെ പെർഫോം ചെയ്തു നോക്കാം. അതിൽ എടുത്തു പറയേണ്ട സ്റ്റോക്കാണ് സീക്വൻസ് സയൻറ്റിഫിക്. നല്ല ഉയർന്നിട്ടുണ്ട്, 8.29% ഉയർന്നിട്ടുണ്ട്. അതുപോലെ അലോക് ഇൻഡസ്ട്രീസ് 7.17% ഉയർന്നിട്ടുണ്ട്. പിന്നെ വൈഭവ് ഗ്ലോബൽ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലായിരുന്നു, 6.23% ഉയർന്നിട്ടുണ്ട്. ഓക്കെ, 38 പോയിന്റ്സ് പ്രോഫിറ്റ് കിട്ടിക്കാണും നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ. ബാക്കി രണ്ട് സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അലംബിക് ഫാർമസ്യൂട്ടിക്കൽസ്. ഓക്കെ, തുടർന്ന് കയറും, സോ വെയിറ്റ് ചെയ്യുക. അതുപോലെ സിപ്ല, ഇതൊക്കെ ഇനിയും കയറുന്ന സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. ഇനി ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് യുഫ്ലെക്സ് ലിമിറ്റഡ്. 486 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 580 ടാർഗറ്റ് പറഞ്ഞിരുന്നു, സോ അച്ചീവ് ചെയ്യും. 2 weeks to 1 month ടൈം ഫ്രെയിം പറഞ്ഞിട്ടുണ്ട്, സോ വെയിറ്റ് ചെയ്യുക, എക്സിറ്റ് ആവണ്ട. ഓക്കെ, ദെൻ മഹീന്ദ്ര ഹോളിഡേയ്സ് 391 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 400 ഫസ്റ്റ് ടാർഗറ്റ്, 520 വരെ പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. ദെൻ ഇൻഡിഗോ പെയിൻസ് ഇന്ന് ബ്രേക്ക്ഔട്ട് ആയതേ ഉള്ളൂ, സോ വെയിറ്റ് ചെയ്യുക, ടാർഗറ്റ് ഉടൻ തന്നെ എത്തിക്കും. ദെൻ ബജാജ് ഇലക്ട്രിക്കൽസ്, ഓക്കെ, 1140 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ദെൻ അനുപം രസായൻ നല്ല ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്, നല്ല പെർഫോം ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ്, സൂപ്പറായിട്ട് പോയി എന്ന് പറയാം. നെക്സ്റ്റ് ടാർഗറ്റ് 1230 വരും. ദെൻ ഡെൽറ്റ കോർപ്പ് ലാസ്റ്റ് ഒരു 1 വീക്കായിട്ടേ പറയുന്നുണ്ട് നമ്മൾ, 156 190 വരെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു വീക്കിൽ ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലൈമർ: ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. സോ ഈ സ്റ്റോക്കുകളിലൊക്കെ, ഞാൻ ഈ പറയുന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് മാത്രമേ, അതായത് ടെക്നിക്കലായിട്ട് എങ്ങനെയുണ്ട്, സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ എങ്ങനെയുണ്ട്, ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന സ്റ്റോക്ക് ശോഭ ലിമിറ്റഡ്. 1120 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് തന്നെ 10.78% ഉയർന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് ടാർഗറ്റ് 1500 വരെ പോകാൻ സാധ്യതയുണ്ട്. എഗെയിൻ 2 weeks to 1 month ആണ് ടൈം ഫ്രെയിം. 34% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. റിയാലിറ്റി സെക്ടറിൽ വരുന്ന സ്റ്റോക്കാണ്. ദെൻ സെക്കൻഡ് സ്റ്റോക്ക് NBCC ലിമിറ്റഡ്, 88 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ സൂൺ 100 റീച്ച് ആവുന്ന സ്റ്റോക്കിൽ ഈ ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. സോ 100 തന്നെയാണ് ടാർഗറ്റ്. 17% ഉയരാൻ സാധ്യതയുണ്ട്, 12 പോയിന്റ്സ് കിട്ടും. NBCC ഇന്ന് 9.18% ഉയർന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ബോറോസിൽ റിന്യൂവബിൾസ്, 466 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 570 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 26%, അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 22% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. നെക്സ്റ്റ് നല്ല ഒരു ബ്രേക്ക്ഔട്ടിന് തയ്യാറാവുന്ന സ്റ്റോക്കാണ് ബന്ധൻ ബാങ്ക്. 255 ബ്രേക്ക് ചെയ്യുമ്പോൾ 310 വരെ പോകാൻ സാധ്യതയുണ്ട്. 22% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം.
ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് HLE ഗ്ലാസ്കോട്ട്. ഓക്കെ, ട്രെൻഡ് ലൈൻ അതുപോലെ ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് രണ്ടും ഫോം ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ ഒരു സ്റ്റോക്കിൽ നല്ല റിട്ടേൺസ് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 644. 16% ആണ് റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ റെക്കമെൻഡേഷൻ 5 സ്റ്റോക്കിലേ ഉള്ളൂ. ഇതല്ലാതെ ടോപ്പ് ബ്രോക്കറേജസ് ICICI സെക്യൂരിറ്റീസ് ഏതൊക്കെ സ്റ്റോക്കാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം. ഏകദേശം 27% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കിലെല്ലാം തന്നെ ലാർജ് ക്യാപ്പിൽ വരുന്ന സ്റ്റോക്കിലാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് SBI. ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 643 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 800 ആണ് ടാർഗറ്റ് പറഞ്ഞിട്ടുള്ളത്. 25% വരെ ഉയരാനായിട്ട് സാധ്യതയുണ്ട്. സോ ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഡിമാൻഡ് എപ്പോഴും ഉള്ളതുകൊണ്ട് സോ ഈ സ്റ്റോക്ക് എസ്പെഷ്യലി പൊതുമേഖലാ ബാങ്ക് ആയതുകൊണ്ട് നല്ല പ്രകടനം സാധ്യതയുണ്ട്. നെക്സ്റ്റ് വരുൺ ബിവറേജസ്. ഓക്കെ, വരുൺ ബിവറേജസ് നമ്മൾ പറഞ്ഞ സ്റ്റോക്ക് തന്നെയാണ്. സോ 1450 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. 18% ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ പുതിയ ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യുന്നതൊക്കെ ഇവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് വരുത്തുന്നുണ്ട്. ദെൻ TVS മോട്ടോഴ്സ് 2350 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു. 16% ഉയരാൻ സാധ്യതയുണ്ട്. സോ EV വിപണി നല്ല ഫോക്കസ് ഉള്ളതുകൊണ്ട് പുതിയ വർധനവിന് സാധ്യതയുണ്ട് വരുമാനത്തിന്. അതുകൊണ്ട് ഇലക്ട്രിക് വെഹിക്കിൾ കോൺസെപ്റ്റിൽ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്കിന് ഇനി വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ബാങ്ക് ഓഫ് ബറോഡയാണ് നെക്സ്റ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക്. 233 കറൻ്റ് ട്രേഡ് ചെയ്യുന്നു. 255 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 10% ആണ് ഉയർച്ച സാധ്യത. ഓക്കെ, അസറ്റിൻ്റെ ക്വാളിറ്റി നിയന്ത്രണം അതുപോലെ നല്ല വളർച്ചാ സാധ്യതയുണ്ട്. നല്ല സ്ഥിരമായിട്ടൊരു കോൺസ്റ്റൻറ്റ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ അതെല്ലാമാണ് ഈ ഒരു സ്റ്റോക്കിന് ഇനിയും ഉയരാനുള്ള സാധ്യത അനലിസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, ITC നെക്സ്റ്റ് സ്റ്റോക്ക്. ഇപ്പോൾ അത് കറൻ്റ്ലി 477 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 540 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 13% ഗ്രോത്ത് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ സിഗരറ്റ് എസ്പെഷ്യലി നല്ല വോളിയം ഗ്രോത്ത് ഉണ്ട്. ITC എങ്ങനെയെങ്കിലും ഒരു സിഗരറ്റ് ബിസിനസ് പിടിച്ചു നല്ലൊരു നേട്ടം ഉണ്ടാക്കുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, ദെൻ എയർടെൽ. എയർടെൽ ഇപ്പോൾ 1035 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 11,055 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 1035 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1155 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 12% ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നല്ല ഒരു മികച്ച മാർജിനും അതുപോലെ 4G കൺവേർഷൻ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഭാരതി എയർടെല്ലിൽ നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ദെൻ ICICI ബാങ്ക് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന സ്റ്റോക്ക് 984 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1250 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 27% വരെ ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് ഈ ഒരു സെക്ടറിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ട്. ഓക്കെ, റീറ്റെയിൽ ഫോക്കസ് ബിസിനസ് ഗ്രോത്ത് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. ദെൻ മാരുതി സുസുക്കി 11,800 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 17% ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നല്ല ഒരു സെയിൽസ് ഗ്രോത്ത് ഉള്ളതുകൊണ്ട് പിന്നെ നല്ല ഒരു ഫണ്ടമെൻ്റൽസ് ഉള്ളതുകൊണ്ട് ഈ സ്റ്റോക്ക് ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. ഈ 8 സ്റ്റോക്കിലാണ് ICICI സെക്യൂരിറ്റീസ് ലാർജ് ക്യാപ്പിൽ 27% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നുന്നെങ്കിൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം അല്ലെങ്കിൽ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോസ് അതുപോലെ ക്രൂഡ് ഓയിൽ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതും കൂടി ചെക്ക് ചെയ്യുക. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.